ഹായ്, ഹാപ്പി മോർണിംഗ്. ദേ അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. രാവിലെയാണ് കേട്ടോ. രാവിലെ പതിപോലെ എണീറ്റ് മുറ്റത്തൊക്കെ ഇറക്കി ഇവരെയൊക്കെ ഒന്ന് വായി നോക്കുക എന്നുള്ള ഒരു ശീലമാണ് കേട്ടോ. പുതിയതാരൊക്കെ വന്നു, വിടർന്നു വന്നു, ബാക്കിയുള്ളതൊക്കെ പൊഴിഞ്ഞു പോയോ, ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. എൻ്റെ ചെത്തി കുറച്ച് റോസും ഇങ്ങനെയുള്ളവരെയൊക്കെ അവരെ ഞാനിങ്ങനെ വെറുതെ നോക്കുമല്ലോ കേട്ടോ. പറിക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷെ ഞാൻ പോയി തൊട്ട് നോക്കും, മണത്ത് നോക്കും, അങ്ങനെയൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ കുറേ വാടി ഉണങ്ങിപ്പോയ ഈ പൂ അതേ തന്നെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. എപ്പോഴും നമ്മളത് കട്ട് ചെയ്ത് കൊടുത്താലാണ് പിന്നീട് പെട്ടെന്ന് പൊട്ടിക്കിളുത്ത് പുതിയ പൂക്കളുണ്ടാകുക. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കട്ട് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കഴുത്തിറക്കുവാന്നൊന്ന് വിചാരിക്കണ്ട കേട്ടോ, അവരുടെ നല്ലതിന് വേണ്ടിയല്ലേ. കട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു അബദ്ധം കാണിച്ച്, ഇപ്പം നിങ്ങൾക്ക് കാണുമോയെന്നറിയത്തില്ല, പുതിയതായിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊരു തണ്ട് കിളുത്ത് വരുന്നുണ്ടായിരുന്നു. കണ്ടില്ല, കൂട്ടിയാണ് കട്ട് ചെയ്തു. രാവിലെ തന്നെ ചെറിയ സങ്കടമായി, എന്നാലും പോട്ടെ. അങ്ങനെ ഫുൾ സാധനം കട്ട് ചെയ്ത് ഇപ്പം 2 എണ്ണമാണ് ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്ത് കേട്ടോ. ഒരു ലൈറ്റ് റോസും ഒരു ഡാർക്ക് റോസും 2 പേരും കട്ട് ചെയ്ത് അടിപൊളിയാക്കി ഇങ്ങനെ നിർത്തി. രാവിലെ എന്തെങ്കിലും ഒരു പണി വേണ്ടേ. ഇവരുടെ ഒരു പ്രത്യേക ശീലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ഒരു റോസിന്, ഈ കടും റോസ് കളറുള്ള റോസിന് ഇങ്ങോട്ട് വരുമ്പോൾ 10ഉം 22ഉം ഒറ്റയടിക്ക് അങ്ങ് വരും. പോകുമ്പോൾ പിന്നെ ആരുമില്ല. ഒരു ഇതുപോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. ഞാൻ ഇവരോട് ഡെയിലി ചോദിക്കും, വരുമ്പോൾ എല്ലാവർക്കും വന്നൂടെ, ഓരോരുത്തരായിട്ട് വരുവാണെങ്കിൽ എനിക്ക് ഡെയിലി കാണാമല്ലോ. മറ്റുള്ള അവിടെ ഒരു വലിയ ചെമ്പരത്തി നിൽപ്പുണ്ട് കേട്ടോ. അതാണ് ഞാൻ നോക്കിയത്. അയാൾ ഇന്ന് പൂ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കി ഒന്ന് വിലയിരുത്തി. വട്ടത്തിൽ നമ്മളെല്ലാം ഒന്ന് വീക്ഷിക്കണമല്ലോ. അങ്ങനെ ദേ കണ്ടില്ലേ, ഇപ്പം എല്ലാ ഉണങ്ങിയ സാധനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് അവനെ ഇങ്ങനെ ഡ്രൈ ആക്കി നിർത്തി. വേണ്ട ആ തെങ്ങോലൊക്കെ ഇടവഴി സൂര്യനെ എത്തി നോക്കുന്നുണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ സൂര്യനെ തെങ്ങോലയുടെ ഇടവഴി ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ മുഖത്തോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ രാവിലെ അടിപൊളിയാണ്. പിന്നെ കൊന്ന പാവം തിന്നാൽ തീരുമെന്നാണല്ലോ, വെട്ടിയതല്ലേ രാവിലെ കഴുത്ത്, അതുകൊണ്ട് കുറച്ച് നനച്ച് കൊടുത്തേക്കാം. ഇല്ലെങ്കിലും നനയ്ക്കണം കേട്ടോ. ഇപ്പം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അവരെ നനയ്ക്കണം. അവരെ നമ്മൾ സ്നേഹിച്ച് വളർത്തുമ്പോൾ ആ രീതി ചെയ്യണമല്ലോ. ഇത് ഉണക്കിയൊന്നും അല്ല കേട്ടോ.